കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഉണക്ക ചെമ്മീനും മാങ്ങയും യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ ആർക്കാ ചെമ്മീനും മാങ്ങ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തതെന്ന്. ഇതങ്ങനല്ല കേട്ടോ, ഇതൊരു സ്പെഷ്യൽ ശ്രീലങ്കൻ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല ചെനച്ച മൂവാണ്ട മാങ്ങയാണ്. മൂവാണ്ട മാങ്ങ ഇല്ലാത്തവർ കുഴപ്പമില്ല, നല്ല ചെനച്ച മാങ്ങ എടുക്കുക, ഓവറായിട്ട് പഴുക്കാതിരുന്നാൽ മതി. പിന്നെ സവോള ഞാനിങ്ങനെ കുനുകുനാന്ന് നീളത്തിൽ അരിയുന്നുണ്ട്. വേറെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട. പച്ചമുളക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, ഞാനിവിടെ ഇടുന്നില്ല. വറ്റൽമുളകും ഇടിച്ച മുളകുമാണ് ഞാൻ എരിവിന് യൂസ് ചെയ്യുന്നത്. നമ്മളിതെല്ലാം റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ നമുക്കൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതെന്തിനാണ് അങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ മാങ്ങയുടെ ആ ഒരു പച്ച മണം മാറി ഒന്ന് മാങ്ങ വേവാനായിട്ടാണ്. ചെറുതായിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് ഞാനിത് വേവിക്കുന്നുണ്ട്. ഒത്തിരി നേരം ഒന്നും വേണ്ട, 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാനിലോട്ട് കടുക് വറക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ട് കടുക് വറക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മീൻ ടൈം ഞാൻ നമ്മുടെ ഉണക്കച്ചെമ്മീനും കൂടി വേറൊരു പാനിലോട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ആ സവോളയിലോട്ട് ഇടിച്ച മുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് സോട്ട് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീനും വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീനും മാങ്ങയും കൂടെ ഉള്ള ഡിഷ് റെഡിയായി.